പോലീസ് ഓഫീസർ അപമര്യാദയായി പെരുമാറിയതായി പരാതി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ അടക്കമുള്ള ജനപ്രതിനിധികളോടാണ് മങ്കട സ്റ്റേഷൻ പോലീസ് അധികാരികൾ മോശമായി പെരുമാറിയതായുള്ള ആക്ഷേപം. പോളിംഗ് ബൂത്തിന് സമീപം വെച്ച് ഭീഷണിപ്പെടുത്തി കയ്യേറ്റ ശ്രമം നടത്തിയതിനെതിരെ മൊഴി കൊടുക്കാൻ എത്തിയപ്പോൾ പോലീസ് ഓഫീസർ അപമര്യാദയായി പെരുമാറിയതായി പരാതി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ അടക്കമുള്ള ജനപ്രതിനിധികളോടാണ് മങ്കട സ്റ്റേഷൻ പോലീസ് അധികാരികൾ മോശമായി പെരുമാറിയതായി ആരോപണം. തിരൂർക്കാട് AMHSS ബൂത്തിനടുത്ത് വെച്ച് തിരൂർക്കാട് അത്തിക്കോടൻ, ഷംസാദ് ബീഗം, നജ്മ തബ്ഷീറ എന്നിവരെ സമീർ എന്ന യുവാവ് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്തതായി പറയുന്നു. ഇത് സംബന്ധിച്ച് വോട്ടെടുപ്പ് ദിവസം തന്നെ മങ്കട പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ മൊഴി നൽകാൻ വെള്ളിയാഴ്ച മങ്കട സ്റ്റേഷനിലെത്തിയ നജ്മ തബ്ഷീറ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കാർമുക്കിൽ എന്നിവരടക്കമുള്ള പൊതുപ്രവർത്തകരോടാണ് CI അപമര്യാദയായി പെരുമാറിയത് എന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും അസഭ്യവർഷം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കാൻ പോയതായിരുന്നു. അതിലും വലിയ വിചിത്രമായി. കാരണം ഇന്നലെ ഞങ്ങൾ ചെന്നപ്പോൾ SI അടക്കമുള്ളവർ നല്ല മാന്യമായി പെരുമാറുകയും പരാതി എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിച്ചു വിടുകയും, ഇന്ന് ചെന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ മെമ്പർ അടക്കമുള്ളവരെ വനിതകളെ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഷൗട്ട് ചെയ്യുന്ന ഒരു പെരുമാറ്റം CIൻ്റെ അടുത്തുനിന്നുണ്ടായി. അയാൾ പറയുന്നത് തിരൂർക്കാട്ടുകാരെ ഞങ്ങൾ അങ്ങോട്ടാക്കും എന്നൊക്കെയല്ലേ വർത്തമാനം പറയണത്. തിരൂർക്കാട്ടുകാരെ അയാളൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. കാരണം ജനാധിപത്യ രീതിയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, ജനാധിപത്യ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളിവിടെ സൗഹാർദ്ദമാണ് ആഗ്രഹിക്കുന്നത്. അയാൾ വളരെ മോശമായിട്ട്, കാരണം സ്ത്രീകളോട് രീതിയിൽ ഒരു പൊതുപ്രവർത്തകർ, ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്, അതല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന്മാരോട് ചെയ്യുന്ന ഒരു നടപടിയല്ല അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. സാധാരണ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഏത് തരത്തിലുള്ള അതിക്രമം ഉണ്ടായാലും അത് ഉടനടി നടപടിയെടുക്കണമെന്നാണ് നിയമം പറയുന്നത്. രാത്രി ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ട നജ്മ തബ്ഷീറ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അവർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മാത്രമല്ല, യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയാണ്. അവർ നേരിട്ട് CIയെ വിളിച്ചപ്പോൾ CI അപ്പം തന്നെ ധിക്കാരപരമായാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത്, CI പറയുന്നത് കേസ് ഞാൻ രാവിലെ വരട്ടെ നോക്കട്ടെ എന്നൊക്കെയാണ്. അങ്ങനെ രാവിലെ ഞങ്ങൾ പോലീസ്, അവിടുത്തെ SI വളരെ മാന്യമായി ഞങ്ങളോട് രാവിലെ ഞങ്ങൾ വരൂ, ബാക്കി നടപടി എടുക്കാമെന്ന് പറയുകയും ഞങ്ങൾ രാവിലെ ചെല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ ചെയ്യുന്ന സമയത്ത് നജ്മയും അതുപോലെ തന്നെ ഷംസാദും ഞങ്ങളടക്കമുള്ള ആളുകൾ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ CIയുടെ റൂമിൽ കയറി സംസാരിക്കുമ്പോൾ, ഷംസാദ് സംസാരിച്ച് തുടങ്ങുമ്പോൾ നജ്മ രണ്ടാളുകളും കൂടിയിട്ടാണ് ഈ അസഭ്യവർഷമൊക്കെ ഉണ്ടായത്. അപ്പോൾ നജ്മ സംസാരിച്ചപ്പോൾ മുണ്ടരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഷൗട്ട് ചെയ്യാണ്. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് വനിതകളായിട്ടുള്ള പരാതിക്കാർക്കെതിരായി ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമല്ല, പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ ഇന്ന് വരെ മങ്കടയുടെയോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലോ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് മോശപ്പെട്ട സംസാരിക്കുകയോ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യുന്ന ആളുകളല്ല. സംസാരിക്കുന്നത് വിലക്കാനും പോലീസ് ശ്രമിച്ചതായി ഇവർ പറയുന്നു. വോട്ടെടുപ്പ് ദിവസം പരസ്യമായി സ്ത്രീത്വത്തെ അപമാനിക്കും വിധം പെരുമാറിയത് സംബന്ധിച്ച് മൊഴി നൽകാൻ എത്തിയ ജനപ്രതിനിധികളായ തങ്ങളോട് പോലീസ് ഓഫീസർ മുൻവിധിയോടെയാണ് മോശമായി പെരുമാറിയതെന്നും നജ്മ തബ്ഷീറ ആരോപിച്ചു. ഇന്നലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരൂർക്കാട് AMHS സ്കൂളിലുണ്ടായ ഒരു പ്രശ്നത്തെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായത്. ഞങ്ങൾ ഇന്നലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ ചെന്നായിരുന്നു. പക്ഷേ CI ഇല്ലാത്തത് കൊണ്ട് തന്നെ മൊഴി എടുക്കാനും കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങളോട് ഇന്ന് രാവിലെ എത്താൻ ആവശ്യപ്പെട്ടു. ചെന്ന ഉടനെ തന്നെ അദ്ദേഹം ഞങ്ങളോട് ഒരു കാരണവും ഇല്ലാണ്ട് ഷൗട്ട് ചെയ്യായിരുന്നു. നിങ്ങൾ തിരൂർക്കാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആളുകളാണ് എന്ന രൂപത്തിൽ മിണ്ടരുത് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ ഒരു പരാതിയെക്കുറിച്ച് ചോദിക്കുകയോ പരാതി എന്താണെന്ന് പരിഗണിക്കുകയോ ചെയ്യാതെ നിങ്ങൾ മിണ്ടരുത് എന്ന രൂപത്തിലാണ് ഞങ്ങളോട് പെരുമാറിയത്. ഭയങ്കര ധാർഷ്ട്യം നിറഞ്ഞൊരു പെരുമാറ്റമായിരുന്നു അത്. ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ വലിയ രൂപത്തിൽ ഷൗട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. പരാതി കൊടുക്കാൻ ചെന്നവരോട് പരാതി എന്താണ് എന്ന് പോലും അന്വേഷിക്കാതെ മുൻവിധിയോട് കൂടിയിട്ട് നമ്മുടെ പരാതി പോലും കേൾക്കാൻ തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഭയങ്കര പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെതിരെ തന്നെയാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെരുമാറ്റം ഒരു പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒട്ടും അനുയോജ്യമായൊരു പെരുമാറ്റമല്ല. CIയുടെ ഭാഗത്തു നിന്നാണ് അത്തരൊരു പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പർ അതോറിറ്റികളിലേക്ക്, ഹയർ അതോറിറ്റികളിലേക്ക് പരാതിയുമായി പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. എല്ലാവർക്കും നമസ്കാരം.
കുടുംബിനി സൂപ്പർ മാർക്കറ്റും അൽ ഷഹാമ കണ്ണാശുപത്രിയും ചേർന്നുകൊണ്ട് ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 12-ാം തീയതി ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് തുടങ്ങി 1 മണിവരേക്ക് നീളുന്ന സൗജന്യമായിട്ടുള്ള ഈ നേത്ര പരിശോധന ക്യാമ്പ് കുടുംബിനി സൂപ്പർ മാർക്കറ്റിന്റെ കുളപ്പുള്ളി ബ്രാഞ്ചിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സൗജന്യമായ നേത്ര പരിശോധനയും അതുപോലെ തന്നെ അത്യാവശ്യ മരുന്നുകളും സൗജന്യമായി ലഭിക്കുന്നതാണ്. കണ്ണട ആവശ്യമുണ്ടെങ്കിൽ ക്യാമ്പിൽ വെച്ച് കുറഞ്ഞ ഡിസ്കൗണ്ട് നിരക്കിൽ കണ്ണടകളും ലഭ്യമാണ്. അതുപോലെ തന്നെ വിശദമായ പരിശോധന ആവശ്യമുള്ളവർക്ക് അടുത്ത 20 ദിവസത്തേക്ക് അൽ ഷഹാമ കണ്ണാശുപത്രിയിൽ വെച്ചുകൊണ്ട് പരിശോധന ഉണ്ടായിരിക്കുന്നതാണ്. പരിചയസമ്പന്നരായ ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം ലഭ്യമായ ഈ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നേത്ര പരിശോധന സൗജന്യമായി നടത്തി ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.